പള്ളിയിലേക്ക് കൊടുക്കാൻ ഉണ്ടാക്കിയ ഈ സേമിയ പായസം കണ്ടാൽ തന്നെ കൊതിയാകില്ലേ? എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വെൽക്കം ടു തായിസ് വ്ലോഗ്. ഇന്ന് ഞാൻ പായസത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പായസം വെക്കുന്നത്, നമുക്കിന്ന് പള്ളിയിലേക്ക് പായസം കൊടുക്കണം കേട്ടോ. അപ്പോൾ റബീഉൽ അവ്വൽ മാസമൊക്കെയാണ്. അപ്പോൾ നമുക്ക് രാത്രി മൗലൂദിലേക്ക് പായസം കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ആ വീഡിയോ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് 60 ആൾക്കാണ് പായസം കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ 60 ഗ്ലാസ് പായസമാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 6 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 6 ലിറ്റർ പാലിലേക്ക് അതിൻ്റെ പകുതി 3 ലിറ്റർ വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കൽ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിക്കാട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ പ്രത്യേകിച്ചൊന്നും അങ്ങനെ കൂടുതലായിട്ടൊന്നും ആഡ് ചെയ്യലില്ല കേട്ടോ. അപ്പോൾ ഈ പാലിൻ്റെ പാക്കറ്റുകളിലും പൊട്ടിച്ച് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അന്നതിന് ശേഷം നമ്മൾ വെക്കുന്ന ചെമ്പിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാ പാലൊന്നും ഞാനിങ്ങനെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കട്ടെ. അപ്പോൾ അതാട്ടോ നമ്മളെല്ലാ പാലും നമ്മൾ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്ത് ഇതിനൊരു പാത്രം പാലാണ് കേട്ടോ ഉള്ളത്. ഇത് 6 ലിറ്റർ പാലാണ്. ഇനി നമുക്കിതിലേക്ക് ഇത് ചെമ്പിലേക്ക് അരിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് വെള്ളം എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാലിൻ്റെ കവറുണ്ടല്ലോ, ആ കവറിലേക്ക് കുറേശ്ശെ വെള്ളമാക്കിയിട്ട് അതിൻ്റെ ഉള്ളൊന്നിങ്ങനെ കുലുക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുക കേട്ടോ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ പാലിൻ്റെ ഇതും കൂടി ഇങ്ങോട്ട് വന്നോളുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കേട്ടോ ഞാൻ ചെയ്യൽ, വെള്ളം എടുക്കൽ. അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ അതുപോലെ എടുക്കട്ടെ. അപ്പോൾ 3 ലിറ്റർ വെള്ളം കൂടെ, ഇതിന് ഒരു പാത്രം പാലാണല്ലോ എടുത്തത്, അപ്പോൾ ഇതിന് അരപ്പാത്രം വെള്ളം കൂടെ ഒഴിക്കും കേട്ടോ. പകുതി വെള്ളവും ആണ് എടുക്കുക, പാലിൻ്റെ പകുതി വെള്ളം. അപ്പോൾ എല്ലാ കവറിലൊന്നും ഇങ്ങനെ വെള്ളമാക്കി ഞാൻ എടുക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് ഒരു ഉരുളി എടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഒരു സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഞാൻ മേടിച്ചത് വറുത്ത സേമിയ തന്നെയാണ്, എന്നാലും അതൊന്നും കൂടെ നമ്മൾ ചൂടാക്കിയിട്ട് ഇടുന്ന സമയത്താണ് അതിന് ടേസ്റ്റ് ഉണ്ടാകുക കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 കിലോ സേമിയയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ നമുക്ക്. ഇത് വേണമെങ്കിൽ വറുത്താൽ മതി കേട്ടോ. ഇത് ഇങ്ങനെ വറുത്തിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതിനെക്കൊണ്ടാണ് ഞാനിങ്ങനെ വറുത്തിട്ടാണ് ഉണ്ടാക്കുക. ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി കൊടുത്ത് ചൂടായി വരുമ്പോൾ ഗ്യാസ് അങ്ങ് ഓഫാക്കി കൊടുക്കും. പിന്നെ ബാക്കി ആ ചട്ടീൻ്റെ ചൂടിൽ കിടന്നിട്ട് അതങ്ങനെ ആയി വന്നോളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിച്ച് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ പാല് നമ്മൾ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, തിളക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ചിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ മേലെ വെച്ചിട്ടല്ല കാണിക്കുന്നത്. അപ്പോൾ താഴെ നമ്മളൊരടുപ്പ് വേറെ വെച്ചതിൻ്റെ ശേഷം അതിലേക്കാണ് ഈ പാല് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി പാലൊന്ന് നന്നായി തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാട്ടോ നമ്മളെ പാല് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സേമിയ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളത് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് കട്ട പിടിച്ചു പോകും. അപ്പോൾ നമ്മൾ പിന്നെ അത് കുറേ നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കണം. അത് വെന്ത് വരുന്നവരെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ നിൽക്കണം കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ ഇത് കുറുകാൻ വേണ്ടിയിട്ടുള്ള ഒന്നും ഞാൻ ചേർക്കുന്നില്ല. ഞാൻ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് സാബൂനരി ചേർക്കലുണ്ട് കേട്ടോ. പക്ഷേ ഇത് നമുക്ക് സാബൂനരി എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. ചില ആൾക്കാർക്കൊന്നും അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വല്ലാണ്ട് അങ്ങ് ഇഷ്ടപ്പെടില്ല കേട്ടോ. അത് കാരണം കൊണ്ട് ഞാൻ അതിലേക്ക് സാബൂനരി ഇട്ടില്ല, ഒന്നും ഇട്ടില്ല കേട്ടോ. പാലും സേമിയ മാത്രം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെ സേമിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു 1.5 കിലോ പഞ്ചസാരയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം നമുക്ക് നോക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. എല്ലാവർക്കും മധുരം അങ്ങനെ വല്ലാണ്ട് പറ്റൂലല്ലോ. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് ബാക്കി ഇട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ടാട്ടോ. പിന്നെ നമ്മൾ സേമിയ വേവുന്നതിൻ്റെ മുമ്പേ നമ്മൾ പഞ്ചസാര ഇടൂലേ, അങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ടേസ്റ്റ് തോന്നിയിട്ടില്ല കേട്ടോ. അതിനെക്കൊണ്ട് ഞാനിത് സേമിയ വെന്ത് പകുതി വേവാകുന്ന സമയത്താണ് ഇതിലേക്ക് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കൽ. പിന്നെ നന്നായി തിളച്ച് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഏലക്കായി പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നു. കുറച്ച് പഞ്ചസാര ഏലക്കായും കൂടെ മിക്സിയിൽ പൊടിച്ചിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ബാക്കി അതിലേക്ക് ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന മിക്സീൻ്റെ ജാറിലുള്ള ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് പാൽ അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. നന്നായി ഒന്ന് തിളച്ച് വന്ന് ഇപ്പം തന്നെ നല്ലോണം വെന്ത് ഒക്കെ കറക്റ്റ് പാകമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊന്ന് നമ്മളിങ്ങനെ തണിഞ്ഞ് വരുമ്പോൾ ഒന്ന് കുറുകിയും വരും. അപ്പോൾ നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫാക്കി കൊടുക്കുക.
എന്നിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് അതിലേക്ക് വേറൊരു ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്കൊരു 3-4 സ്പൂണോളം നെയ്യ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് കൂടുന്നതിനനുസരിച്ച് ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു ബ്രൗൺ കളറാകണ വരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അത് നല്ലോണം ഒന്ന് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുന്തിരി ഇട്ട് കൊടുക്കണം കേട്ടോ. മുന്തിരി നമ്മൾ കഴുകിയെടുക്കണം, അല്ലെങ്കിൽ അതിലൊരു മണൽ കടിക്കും കേട്ടോ. അപ്പോൾ മുന്തിരി കഴുകിയതും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടത് നല്ലോണം ആയി വന്നതിന് ശേഷം നമ്മളെ പായസത്തിലേക്ക് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാട്ടോ നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വേറെ ഒന്നും കൂട്ടിയിട്ടില്ല കേട്ടോ, വേറെ ഒന്നും ചേർക്കാണ്ട് ഉണ്ടാക്കിയ പായസമാണ്. അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. ഇതിനി ഒന്നും കൂടെ ഒന്ന് കുറുകി വരും കേട്ടോ, തണിയുന്നതിനനുസരിച്ച് ഒന്നും കൂടി കുറുകി വരും. അപ്പോൾ നമ്മൾ അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊക്കെ പായസം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം, എന്നാലും ഇതുപോലെയല്ല നിങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി. ഒന്ന് ഞാൻ കൊടുത്ത വോയിസ് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടെ നല്ല മഴ പെയ്യാണ്. അപ്പോൾ ഷീറ്റിൻ്റെ മുകളിൽ വെള്ളം വീഴുമ്പോൾ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.